തിരുവനന്തപുരം നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിലെ വാഹനങ്ങൾ ഡീസലില്ലാതെ കട്ടപ്പുറത്ത്. കൃത്യനിർവഹണത്തിന് സ്വന്തം പോക്കറ്റിൽ നിന്നും കാശെടുത്ത് സ്വന്തം വാഹനങ്ങൾ ഉപയോഗിക്കേണ്ട ഗതികേടിലാണ് പോലീസുകാർ. നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിൽ ട്രാഫിക് സ്റ്റേഷനിലെ ഒരെണ്ണം ഉൾപ്പെടെ 4 വാഹനമാണ് നിലവിലുള്ളത്. ഇതിൽ 2 എണ്ണം കേടായി ഒതുക്കിയിട്ടിരിക്കുകയാണ്. ഒരെണ്ണം സ്റ്റേഷൻ വളപ്പിലും അടുത്തത് വർക്ക്ഷോപ്പിലും. ഓടുന്ന 2 എണ്ണത്തിലാകട്ടെ ഡീസൽ അടിക്കാൻ പണമില്ലാത്ത അവസ്ഥയുമാണ്. കുറച്ചു മാസങ്ങൾ സ്വന്തം കയ്യിൽ നിന്നും പൈസയെടുത്ത് ഉദ്യോഗസ്ഥർ വാഹനം ഓടിച്ചിരുന്നു. എന്നാൽ പിന്നീട് അതും നിർത്തി. 3 മാസം മുമ്പ് വരെ ഡീസൽ അടിച്ച വകയിൽ 4 ലക്ഷം രൂപ പഴക്കുറ്റിയിലെ സ്വകാര്യ പമ്പുടമയ്ക്ക് നൽകാനുണ്ട്. കഴിഞ്ഞ ദിവസം നെടുമങ്ങാട് സ്റ്റേഷൻ പരിധിയിൽ 1.5 വയസ്സുകാരൻ ദാരുണമായി കൊല്ലപ്പെട്ട സംഭവത്തിൽ ഡിവൈഎസ്പിയുടെ വാഹനമാണ് ഉദ്യോഗസ്ഥർ കൂടുതലായി ഉപയോഗിച്ചത്. കൂടുതൽ പോലീസ് സേന തെളിവെടുപ്പിനായി ആവശ്യമുള്ളതിനാൽ പുറത്തുനിന്നുള്ള വാഹനങ്ങൾ എത്തിച്ചിരുന്നുവെങ്കിലും നെടുമങ്ങാട് സ്റ്റേഷനിലെ 2 വാഹനങ്ങൾ ഓടുന്നതിനായി ഉദ്യോഗസ്ഥർ അടുത്തുള്ള പെട്രോൾ പമ്പിൽ കടം പറഞ്ഞ് ഡീസൽ അടിക്കേണ്ട ഗതിയിലായിരുന്നു. പ്രധാന സന്ദർഭങ്ങളിൽ ഇത്തരത്തിലൂടെ ഡീസൽ നിറച്ചാണ് വാഹനം ഓടുന്നത്. നെടുമങ്ങാട് SHOയുടെ ഉൾപ്പെടെയുള്ള പോലീസുകാരുടെ സ്വകാര്യ വാഹനങ്ങളാണ് ഔദ്യോഗിക കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത്. ബില്ല് മാറാൻ സാധിക്കാത്തതും മെയിൻ്റനൻസ് തുക നൽകാത്തതും കാരണമാണ് പോലീസ് വാഹനങ്ങൾ ഒതുക്കി ഇടേണ്ട ഗതിയായത്. വാഹനത്തിന്റെ പെട്രോൾ അലവൻസിനും മെയിൻ്റനൻസിനും ചെലവാകുന്ന തുകയുടെ ബില്ല് AR ക്യാമ്പിലേക്ക് കൃത്യമായി കൈമാറാറുണ്ട്. തുടർന്ന് SP ഓഫീസിലേക്ക് അയച്ച ശേഷം ട്രഷറിയിൽ ബില്ല് എത്തുമെങ്കിലും പോലീസ് വാഹനത്തിൽ പെട്രോൾ അടിക്കാനും മെയിൻ്റനൻസിനുമുള്ള ഫണ്ട് ഇല്ല എന്നതുകൊണ്ട് മാറ്റിവെക്കുകയാണ് പതിവ്. മുൻപ് SP ക്യാമ്പിൽ പോലീസിന്റെ വക സ്വന്തം പമ്പിൽ നിന്നും റൂറൽ പോലീസ് സ്റ്റേഷനിലെ വാഹനങ്ങൾക്ക് പെട്രോൾ നിറയ്ക്കാനുള്ള സൗകര്യമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ സിറ്റി പോലീസിന് കീഴിലുള്ള സ്റ്റേഷനുകൾക്ക് മാത്രമേ ഡീസൽ നിറയ്ക്കാനുള്ള അനുമതിയുള്ളൂ. മുൻ സർക്കാരിന്റെ കാലത്ത് തന്നെ ഫണ്ട് കിട്ടാത്ത അവസ്ഥയാണ്. പൊതുജനങ്ങൾ പരാതിയുമായി എത്തിയാൽ പോലീസ് വാഹനം ലഭ്യമല്ലാത്തതിനാൽ പരാതിക്കാർ സ്വന്തം വാഹനങ്ങളിലോ സ്വകാര്യ വാഹനങ്ങളിലോ പോലീസിനെ എത്തിച്ച് കേസ് അന്വേഷിക്കേണ്ട അവസ്ഥയിലാണ്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.